ആമോട് ലൂർദ് മാത ഇടവകയിലെ ഒരു അംഗമായ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട്ട് സഭയിലെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക്, കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഈ സന്തോഷവേളയിൽ ഈ ഇടവക സമൂഹം മുഴുവൻ സന്തോഷിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇപ്പോൾ ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട്. ദേവാലയത്തിൽ നിന്നുകൊണ്ട് റോമിൽ നടക്കുന്ന അതേ കർമ്മങ്ങൾ ഇവിടെ വലിയ സ്ക്രീനിലൂടെ ഒന്നിച്ചിരുന്ന് കാണാനും ഒന്നിച്ച് പ്രാർത്ഥിച്ച് അത് പങ്കെടുക്കാനും റോമിൽ നടക്കുന്ന കർമ്മങ്ങൾ തത്സമയം കണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിവിടെ കൂടിയിരിക്കുകയാണ്. ഇടവക മുഴുവൻ സന്തോഷത്തിലാണ്. ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. അപ്പോൾ ഇന്നും വിശുദ്ധ കുർബാനയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. പിതാവിനോട് പ്രാർത്ഥിച്ചു. പിതാവ് ഇപ്പോൾ സഭയിലെ കർദിനാളായിട്ട് ഉയർത്തപ്പെടുമ്പോഴത്തേക്ക് മാർപ്പാപ്പായുടെ തൊട്ടടുത്ത് നിന്ന് മാർപ്പാപ്പായ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആ ഉന്നതമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സാർവത്രിക സഭ മുഴുവൻ പ്രതീക്ഷയോടുകൂടിയാണ് കൂവക്കാട്ട് പിതാവിലേക്ക് തിരിയുന്നത്. കാരണം മാർപ്പാപ്പായുടെ ഏറ്റവും അടുത്ത ശുശ്രൂഷയിൽ നടത്തിക്കുന്ന വേളയിൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടാനും അതൊക്കെ പരിശുദ്ധ പിതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനുമായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ കർദിനാൾ പദവിയിലൂടെ സാർവത്രിക സഭയിലെ ഉന്നതമായ ആ പദവിയിൽ നിന്നുകൊണ്ട് സാർവത്രിക സഭയ്ക്ക് ആകമാനം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തെ പരിശുദ്ധ പിതാവിന് എങ്ങോട്ട് വേണമെങ്കിലും ഏത് ദൗത്യവുമായിട്ട് നിയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പിതാവ് ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണോ ഏൽപ്പിക്കുന്നത് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് നിറവേറ്റിക്കൊണ്ട് ഇപ്പോഴത്തെ പോലെ തന്നെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിനീതമായ സേവനം ചെയ്യുവാനായിട്ട് കൂവക്കാട്ട് പിതാവിന് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. അദ്ദേഹത്തിന് അത് സാധിക്കും. കാരണം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും വിനീതമായ സേവനവും എല്ലാവരോടും സ്നേഹപൂർവ്വം ഇടപെടാനുള്ള കഴിവുകളും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വളരെയേറെ നന്മകൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ 52 വയസ്സേയുള്ള അദ്ദേഹത്തിന് ഇനി ഏതാണ്ട് 23 വർഷങ്ങൾ മുന്നിൽ കിടക്കുന്ന 75 വയസ്സ് വരെയാണ് മുതലാളന്മാരുടെ റിട്ടയർമെന്റ്. 75 വയസ്സിലാണ്. ഈ ഇനിയും കിടക്കുന്ന 23 വർഷങ്ങളിൽ അദ്ദേഹത്തിന് പല ഉന്നത ഉത്തരവാദിത്വം അദ്ദേഹത്തിലേക്ക് കടന്നു വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അദ്ദേഹം ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഇനിയും ഭാവിയിൽ സാർവത്രിക സഭയെ നയിക്കുവാനായിട്ട് ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ഒരു മാർപ്പാപ്പ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറയാൻ കഴിയുന്നത് നമുക്കൊക്കെ ആശിക്കാം, പ്രാർത്ഥിക്കാം. ഇത്രയും നന്ദി പറഞ്ഞ കൂവക്കാട്ട് പിതാവിനെ ദൈവം ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഇടവക ജനത്തിന് മുഴുവൻ ആശംസകളും പ്രാർത്ഥനകളും ഈ മംഗളവേളയിൽ